നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നമ്മളെയും നമ്മളുടെ കുട്ടികളെയും കുറിച്ച് സംസാരിക്കാം. നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ, സ്കൂളിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുന്നു കുട്ടികളുടെ അടുത്തേക്ക്. അവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അവരുടെ പ്രോബ്ലം നമ്മളുടെ പ്രോബ്ലമാണ്. നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുന്നു. എന്തുകൊണ്ട് നമ്മളത് കുട്ടികളോട് പറയുന്നില്ല? കാരണം നമ്മൾ കുട്ടികളെ അത്ര പാമ്പർ ചെയ്ത് അത്ര പ്രൊട്ടക്റ്റീവ് ആക്കിയാണ് വളർത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നു അവരിപ്പോൾ നമ്മുടെ കൂടെയല്ലേ, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സുഖങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ, എന്തെല്ലാം അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് കൊടുക്കണം. വളരെ നല്ലതാണ്. പക്ഷേ നമ്മളുടെ ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവർക്കിങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ അവർക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ തന്നെ അവരൊരു പരാജയമായി മാറുന്നു. എന്തുകൊണ്ട്? കാരണം ചെറുപ്പത്തിലെ നമ്മൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. അവർക്ക് അതിൽ നിന്ന് ഉള്ള പോസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും അവർ പഠിക്കുന്നില്ല. ഇപ്പോൾ കണ്ടുവരുന്ന ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഈ സൂയിസൈഡ്സും ഡിപ്രഷൻ ഇതെല്ലാം ഇതിന് ഒരു കാരണമാകുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇനിയും ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്കറിയാവുന്നതാണ്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? പുതിയ ഒരു ടെക്നിക്കും പഠിക്കാതെ, പുതിയ ഒരു നോളജും ലഭിക്കാതെ തന്നെ ഇതിൻ്റെ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് ആൻസറാണ് ഇൻട്രൊഡ്യൂസിങ് our children to sports. Sports can do wonders. സ്പോർട്സ് നമ്മളുടെ കുട്ടികളിൽ ഒരുപാട് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ സക്സസ് ഹാൻഡിൽ ചെയ്യാനും ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാനും, സ്പോർട്സ്മാൻഷിപ്പും, ജീവിതത്തെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ഒരുപാട് ലൈഫ് ലെസൺസും സ്പോർട്സ് നൽകുന്നു. ഒരു ക്രിക്കറ്റ് അക്കാഡമി ചേർന്നോ ഇല്ലെങ്കിൽ ഒരു ഫുട്ബോൾ അക്കാഡമി ചേർന്നോ തന്നെ പഠിക്കണമെന്നില്ല നമ്മളുടെ പിള്ളേർ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളിക്കാം, സൈക്കിൾ ചവിട്ടാം, ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കാം, എന്ത് കളിയും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ ട്യൂഷൻ ടൈമും അക്കാഡമിക് ടൈമും പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ പ്ലേ ടൈം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ഈ ട്യൂഷൻ ടൈമിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഈ പ്ലേ ടൈം കോംപ്രമൈസ് ചെയ്യുന്നു. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. നമ്മൾ ആസ് പേരൻസ് മനസ്സിലാക്കണം വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വേറെ എന്ത് മെഡിസിനേക്കാളും ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നമ്മളുടെ കുട്ടികൾ വണ്ടർഫുൾ പീപ്പിളായി വളരാൻ, അവരുടെ ജീവിതം ഹെൽത്ത് പ്രോബ്ലംസ്, ഫിസിക്കൽ ഹെൽത്ത് ഓർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാതെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ടൂൾ ആണ് ഈ പ്ലേ. So please value what we have in life. If we really love our children, നമ്മളുടെ കുട്ടികളെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ, അവർക്ക് നമ്മൾക്ക് എന്തെങ്കിലും കൊടുക്കാനാവുന്നുവെങ്കിൽ ഇത് കൊടുക്കൂ. അവളുടെ പ്ലേ ടൈം, എക്സാമിന് 5 മാർക്സ് കുറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമില്ല, ബട്ട് നെവർ കോംപ്രമൈസ് ഓൺ പ്ലേ ടൈം. This is my humble request to all parents.